സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. മഞ്ചേരി നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ജനങ്ങൾ കുറച്ചധികം കാലങ്ങളായി വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം രൂക്ഷമായിക്കൊണ്ട് നേരിടുകയാണ്. മുമ്പും ചാനൽ 10 ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയതായി വന്ന ഭരണസമിതിയിലെ UDF കൗൺസിലർമാർ വലിയ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫും മറ്റ് കൗൺസിലർമാരും കൂടെയുണ്ട്. ജനങ്ങളുടെ വലിയൊരു പ്രശ്നം കുറച്ചധികം കാലമായി നേരിടുകയാണ്. വിവിധ തലങ്ങളിൽ പരാതി കൊടുത്തിട്ടും പരിഹാരം കണ്ടെത്തിയിട്ടില്ല. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ഈ വിഷയത്തിൽ മഞ്ചേരി നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ, ഒന്ന് നിലമ്പൂർ റോഡ് മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള ഭാഗം. ആ ഭാഗം പെട്ടെന്ന് പറയുവാണെങ്കിൽ ഏകദേശം പൈപ്പ് നമുക്ക് വലിയ 160 mm പൈപ്പ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്. അതായത് ടൗൺ മുതൽ BP ഹോൾ വരെയുള്ളത് ഇട്ടതാണ്. അതിന്റെ ഇന്റർ കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നൊരൊറ്റ കാരണം. അതാണ് ശരിക്കും ഏറ്റവും വലിയ അലംഭാവം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടും ഇന്റർ കണക്ഷൻ കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോഴും ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2025 തന്നെ 4 മാസക്കാലം കോഴിക്കാട്ടുനിന്ന് ലക്ഷം വീട് കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 4 മാസക്കാലം കണ്ടിന്യൂസ് കുടിവെള്ളം ഇല്ല എന്ന് പറയുന്നത് ആലോചിച്ചു. എത്രത്തോളം ഭീകരമാണ്. സാധാരണക്കാരായ വളരെ പാവങ്ങൾ തിങ്ങി ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ജനങ്ങൾക്ക് പൈസ കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ടി വന്നു. എന്തുകൊണ്ട്? ഈ ഒരു അലംഭാവം കൊണ്ട്. അപ്പം അതൊന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ ശരിക്കും അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിരൽ തുമ്പിൽ കിടക്കുന്ന, കാരണം ഓൾറെഡി കോൺട്രാക്ടറും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള വിഷയം. അത് കോൺട്രാക്ട് ആണ് ചെയ്യേണ്ടതെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു, വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് കോൺട്രാക്ടർ പറയുന്നു, ചെയ്തു തീർത്തു എന്ന് പറയുന്നു, പൈസ കൊടുത്തു എന്ന് പറയുന്നു. എന്തായാലും അത് പരിഹരിക്കുക എന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം, 2 ആഴ്ചയായി അവിടെ വെള്ളം വന്നിട്ട് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വെള്ളം അങ്ങോട്ട് മുകളിലുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താൻ പറ്റിയിട്ടില്ല. അതിന് ഏറ്റവും അടിയന്തരമായിട്ടുള്ള നമ്മൾ പരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നെ അടുത്തത് അത് വെള്ളം വരുന്നത് നമുക്ക് ചരണി ഭാഗത്തുനിന്ന് വരുന്നു. അടുത്തത് നമുക്ക് വെള്ളാരങ്കൽ ഭാഗത്തുള്ള വിഷയങ്ങൾ. അതിനെ സംബന്ധിച്ചിടത്തോളം ആനക്കയം പുഴയിൽ നിന്നാണ് ആ വെള്ളം അടിച്ചോണ്ടത്. ഇതുവരെ എന്നു വെച്ചാൽ ഒരൊറ്റ ടാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് ആഴ്ചയിൽ 7 ദിവസവും അങ്ങോട്ട് വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ള വീട്ടിക്കുന്ന് കുടിവെള്ള പദ്ധതി വന്നു. അത് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത്, കുന്നത്തമ്പലത്തിന്റെ അടുത്തുള്ള ടാങ്കിൽ നിന്നുള്ളവർക്ക്, അതായത് കുന്നത്തമ്പലത്തിന്റെ അവിടെ നിന്നുള്ളതാണ് വെള്ളാരങ്കൽ ഭാഗത്തേക്ക് വരുന്നത്. ആ ഭാഗത്തേക്ക് 3 ദിവസവും മറ്റേ വീട്ടിക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് 3 ദിവസമായിട്ട് നമുക്ക് മാറുകയാണ്. വീട്ടിക്കുന്ന് ടാങ്ക് പുതിയതായിട്ട് വന്ന സമയത്തും 45 വർഷത്തിന് മുമ്പുള്ള പൈപ്പ് ലൈനുകൾ ശരിക്കും മാറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ പൈപ്പൊക്കെ ഒരുപാട് ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൊട്ടൽ വരുമ്പം അത് നന്നാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം വരുന്നത്. അതേപോലെ മുട്ടിപ്പാലം ഭാഗത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അരീക്കോടുന്ന്, അതായത് ചരണി ടാങ്കിൽ നിന്നാണ് വരുന്നത്. അതും പൊട്ടൽ വന്നു കഴിഞ്ഞാൽ നന്നാക്കുന്നില്ല. അതിന്റെ വലിയൊരു വിഷയം എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ മലപ്പുറം റോഡ് ഇപ്പം ULCCയുടെ കയ്യിലാണുള്ളത്. അപ്പം അവിടുന്ന് പെർമിഷൻ ലഭിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്ന ഒരു ന്യായം. അതായത് ഒരു തവണ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെർമിഷന് വേണ്ടി PWDയിലേക്ക് അറിയിച്ച ശേഷം അവർ ULCCക്ക് അറിയിച്ച് അവിടുന്ന് പെർമിഷൻ കിട്ടി വരുമ്പോഴേക്ക് ലേറ്റ് ആകുന്നു എന്നാ. പക്ഷെ അതിനൊരു 4 മാസം കാലാവധി എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ? നമ്മൾക്കൊരു വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഗവൺമെന്റിന്റെ കീഴിലുള്ള 2 ഭാഗങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ വിലോപം ഉൾപ്പെടെയുള്ളത് ഇതിനകത്ത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഭരണസമിതിയിലെ UDF കൗൺസിലേഴ്സ് തന്നെ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുണ്ടോ? സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇത് UDFന്റെ കൗൺസിലർമാരെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നതുകൊണ്ട് അവിടെ കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ പാടുണ്ടോ? അത് കുടിവെള്ളം വരുന്നത് രാഷ്ട്രീയത്തിന് അതീതമാണ്. ഈ കുടിവെള്ളം അനുഭവിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയത്തിന് അതീതം. UDFന്റെ ആൾക്കാർക്ക് മാത്രമല്ല ഇവിടെ കുടിവെള്ള പ്രശ്നമുള്ളത്. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട, അല്ലെങ്കിൽ പൊതുവെ പുറമേ നിന്ന് കുടിവെള്ളം വാങ്ങാൻ പറ്റാത്ത, സ്വന്തമായി കിണറില്ലാത്ത, കഷ്ടപ്പെടുന്ന ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ളവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ആ മുട്ടിപ്പാലം ഭാഗത്ത്, നമ്മൾക്ക് അരികിഴായ ഭാഗത്ത്, ഞാൻ മേലാക്കം ഭാഗത്ത്, ഇവിടെയൊക്കെ ഞങ്ങൾ വെള്ളത്തിന്, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മേലാക്കത്ത് നമ്മുടെ മാനു ഹോസ്പിറ്റലിൽ നിന്നുള്ള റോഡില് പൈപ്പ് പൊട്ടിയിട്ട് കഴിഞ്ഞ ജാനുവരിയിൽ എൻ്റെ കൃത്യമായ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഞാൻ അവർക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത്. കൃത്യം 8 മാസം, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം തിരുവനന്തപുരത്തേക്ക് വിളിച്ച് നമ്മൾ പരാതിപ്പെട്ട് കൃത്യമായ വീണ്ടും ഇടപെടലുകൾ നടത്തിയ ശേഷം അത് നന്നാക്കി കൊടുക്കുന്നത്.
അതേപോലെ ഇപ്പോഴും അരികിഴായ ഭാഗത്ത് പാറമൽ പള്ളി റോഡില് എത്ര മാസങ്ങളായി ഇതൊക്കെ നന്നാക്കാൻ ഞാൻ ചോദിക്കുന്നു. അവിടെ ആളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ശരി? കുടിവെള്ളം എന്ന് പറയുന്ന അവശ്യ സർവീസ് അല്ലേ? അതിന് പോലും ഒരു കേരള ഗവൺമെന്റിന് പറ്റാതെ 1,10,00,000 മുടക്കി കാറ് വാങ്ങിയിട്ട് കാര്യമുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇത്തിരി കുടിക്കാൻ വെള്ളം കൃത്യമായിട്ട് നൽകേണ്ട ഒരു ബാധ്യത ഒരു ഗവൺമെന്റിനുള്ളതല്ലേ? അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇന്നലെ കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരം നടത്തിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്? ഇന്നലെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്നലെ മഞ്ചേരിയുടെ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സൺ ബീന ജോസഫ്, ഞങ്ങൾ 5 കൗൺസിലർമാരും ഇന്നലെ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ പോയി. വാട്ടർ അതോറിറ്റിയിൽ പോയെന്ന് മാത്രമല്ല, 6 മാസത്തോളമായി മുട്ടിപ്പാലം, വെള്ളാരങ്ങൽ, വായ്പാറപ്പടി, 22-ാം മൈല്, അരികിയായ, ഉള്ളാടകുന്നി ഈ പ്രദേശങ്ങളിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് അവർ ഫോൺ പോലും എടുക്കാറില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനോടും വൈസ് ചെയർമാനോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ പോയത്. കാരണം അവിടെ ആ ഭാഗത്തേക്കുള്ള ആളുകൾക്ക് ഈ പൈപ്പ് ലൈൻ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞ് കുടിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വാക്കുകളെ പറയാല്ല. കാരണം ഈ കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്ന സമയത്ത് ഒന്ന് അവർ ഫോൺ എടുക്കുന്നില്ല, പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ഞങ്ങളൊരു UDF-കാരായതുകൊണ്ട് എന്താ അറിയില്ല, ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ UDF-ന്റെ കൗൺസിലർമാർ, മത്സരിക്കുന്ന കൗൺസിലർമാരിൽ എന്ന നിലയ്ക്ക് അവരത് പറയുമ്പോൾ അവർ ഒരു പുച്ഛത്തോടെയാണ് ഞങ്ങളോട് പെരുമാറിയത്. ഇതിന് ഒരു കുടിവെള്ളത്തിന് ഒരു 4 ദിവസം ചെയർമാനും വൈസ് ചെയർമാനും ബന്ധപ്പെട്ട അധികാരികൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ട് വെള്ളത്തിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ നഗരസഭയിലെ ഞാനടക്കമുള്ള ഞങ്ങൾ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റിയിൽ പോയി ഇരുന്ന് കുടിവെള്ളത്തിന് തീരുമാനമായിട്ടേ അവിടുന്ന് എണീറ്റ് പോരൂ എന്ന് ഞാൻ ഒരു കൗൺസിലർ നൽകിയാൻ പറയാം. അപ്പൊ ഈ ഒരു കുടിവെള്ള പ്രതിസന്ധി എല്ലാ വാർഡുകളിലും നിലവിലുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ഈ പറഞ്ഞതുപോലെയുള്ള പുതിയ കണക്ഷൻ വരുമ്പോൾ അത് താങ്ങാൻ കൽപ്പില്ലാത്ത പഴയ പൈപ്പുകളാണ് എല്ലാ സ്ഥലങ്ങളിലുള്ളത്. അത് പൊട്ടിപ്പൊളിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ പ്രതിനിധീകരിക്കുന്ന കിടങ്ങഴി വാർഡിലെ അവരുടെ ഹൗസിംഗ് കോളനിയിൽ വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ ഇന്ന് വരെ നന്നാക്കാൻ ഈ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. മഞ്ചേരിയിലെ സാധാരണക്കാരായ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന വലിയൊരു പ്രയാസത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് UDF കൗൺസിലർമാർ ഒരേ സ്വരത്തിൽ ശബ്ദമുയർത്തുന്നത്. സാധാരണ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തിയാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കൂടെ അവർ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. മഞ്ചേരി നഗരസഭയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.